ഇന്ന് നമ്മൾ വന്നേക്കണതേ നോക്കേ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ടാ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്ന്. എന്നാലും അറിയാത്തവരുടെ ശ്രദ്ധയിലേക്കാണ് പറയുന്നത്. നമ്മളുടെ ചെറിയ ഒരു ഗാർഡനും അല്ലെങ്കിൽ ഒരു അടുക്കളത്തോട്ടം ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും നല്ല ഉപയോഗിക്കുന്ന നമ്മുടെ അടുക്കള വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കാൻ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കണ്ടോ ഈ ഒരു ബയോബിന്നെ. അപ്പോൾ ഇത് നമുക്ക് കാശ് കൊടുത്തിട്ട് ഫുൾ എമൗണ്ട് കൊടുത്തിട്ട് നമുക്ക് വാങ്ങേണ്ട ആവശ്യം ഉണ്ടാവില്ല. പലർക്കും ഇത് പഞ്ചായത്തിൽ നിന്ന് നമുക്ക് സബ്സിഡിയോട് കൂടി തന്നെ നമുക്ക് ലഭിക്കുന്ന ഒന്നാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ കുറച്ച് പേരുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ സബ്സിഡി റേറ്റിലുള്ള സാധനം അവിടെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇതിന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പഞ്ചായത്തിലും ഇതുപോലെയൊക്കെ നമുക്ക് ഈ ഒരു ബയോബിൻ കമ്പോസ്റ്റൊക്കെ കിട്ടും. ദിവസേന നമ്മുടെ അടുക്കളയിൽ നിന്ന് വരുന്ന പച്ചക്കറി വേസ്റ്റുകൾ നമ്മൾ ഇതിലാണ് കൊണ്ടുവന്നിട്ട് നിക്ഷേപിക്കുക. ഒടുവിൽ അത് നല്ലൊരു കമ്പോസ്റ്റായിട്ട് നമുക്ക് ചെടികൾക്ക് ഇടാൻ പറ്റുന്ന രൂപത്തിലുള്ള കമ്പോസ്റ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഈ ഒരു വേസ്റ്റ് നമ്മൾ പുറത്തേക്കോ എവിടേക്കും കളയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ ഒരു കമ്പോസ്റ്റിലാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. ഈ ഒരു കമ്പോസ്റ്റ് ചെടികൾക്ക് നല്ലൊരു ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, ഇതും ഇപ്പോൾ ഈ ഒരു സമയത്ത് മഴ നനയണ സ്ഥലത്തോ അല്ലെങ്കിൽ വല്ലാതെ ചൂടടിക്കുന്ന സ്ഥലത്തോ നിങ്ങൾ വെക്കാനായിട്ട് പാടില്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സ്, ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ഇത് കമ്പോസ്റ്റ് ആവണ പ്രക്രിയ. അപ്പോൾ അത് നല്ല രീതിയിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ അഴുകിയ വസ്തുക്കൾ, ചോറ്, നോൺ ഐറ്റംസ്, അങ്ങനെയൊന്നും ഒരുപാട് ഐറ്റംസ് ഇതിൽ കൊണ്ടിടാനേ പാടില്ല. അപ്പോൾ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കമ്പോസ്റ്റിൻ്റെ പ്രക്രിയ തന്നെ മാറും കേട്ടോ. പിന്നെ ഇത് നമുക്ക് ഈ ഒരു 3 ബിന്നായിട്ടാണ് കിട്ടുന്നത്. 3 ബിന്നുണ്ട്. അതിൽ 2 ബിന്നേ ഞാൻ വെച്ചിട്ടുള്ളൂ. കാരണം എൻ്റെ താഴത്തെ ഒരു ഓപ്ഷനിൽ കണ്ടോ ഈ ഒരു സംഭവം ഇവിടെ കമ്പോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവം ഇവിടെ കമ്പോസ്റ്റായി നിറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ ഇപ്പോൾ അതിൻ്റെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ ഏകദേശം കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു ഷെല്ല് പോലെ കിടക്കുന്ന മുട്ടത്തോടാണ് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് മുട്ടത്തോടൊക്കെ നന്നായിട്ട് പൊടിച്ചിടണം എന്ന്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിൽ പൊടിച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ മെല്ലെ നമുക്ക് ഇതൊന്ന് അലിഞ്ഞ് ഇതിൽ വളമായിട്ട് കിട്ടുള്ളൂ എന്നേ ഉള്ളൂ. നമുക്ക് അല്ലാണ്ട് എപ്പോഴും നമുക്ക് കിട്ടുന്ന മുട്ടത്തോടൊക്കെ മിക്സിയിലിട്ടിട്ട് നമുക്ക് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടോ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാനിവിടെ രണ്ടാമത്തെ ഒരു ബിന്ന് വെക്കുന്നത്. ഈ രണ്ടാമത്തെ ബിന്ന് നിറഞ്ഞാൽ ഞാൻ മൂന്നാമത്തെ ബിന്ന് വെക്കും. അപ്പോൾ താഴെ ഉള്ളത് അപ്പോഴേക്കും നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ കഴിഞ്ഞിരിക്കും. അപ്പോൾ നല്ല രീതിയിൽ വളം നമുക്ക് അങ്ങനെ ചെടികൾക്കും അതുപോലെ തന്നെ എല്ലാ തരം ചെടികൾക്കും നമുക്ക് ഇടാൻ പറ്റുന്ന നല്ലൊരു വളമാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഞാനിപ്പോൾ കണ്ടോ നമ്മുടെ കുറച്ച് മുള വന്നു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാനിവിടെ ചെത്തിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സവാളയുടെ തൊലി, മുട്ടത്തോട്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളെല്ലാ പച്ചക്കറിയുടെ വേസ്റ്റും ഒരു ദിവസത്തിൽ എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ദിവസത്തിൽ ഒരു പ്രാവശ്യം മാത്രം നമ്മളിത് തുറക്കുക. അല്ലാതെ ഏത് നേരവും നമ്മളിത് തുറന്നിട്ട് അടച്ച് ഇട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ കണ്ടോ ഈ ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് നമ്മളിതിൽ കൊണ്ടിട്ടതിന് ശേഷം ഞാനിവിടെ കണ്ടോ ഇതിൻ്റെ മുകളിൽ കൂടെ ഇതിൻ്റെ മേലെ കൂടെ കണ്ടോ ഞാൻ ഇനോക്കുലാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇടുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് തോന്നും ഈ ഇനോക്കുല ഇനി എവിടെ നിന്നാണ് വാങ്ങാൻ കിട്ടുകയെന്ന്. ഓൾറെഡി നമുക്കിത് ഈ ഒരു സിസ്റ്റം വാങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയതാണ് ഈ ഇനോക്കുലം. ഇനോക്കുലം എവിടെ കിട്ടും എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഒട്ടും വേണ്ട. കാരണം ഇതിന് പകരം നമുക്ക് ചകിരിച്ചോറിൻ്റെ കമ്പോസ്റ്റ് ഉപയോഗിച്ചാലും മതി കേട്ടോ. അതിപ്പോഴും നല്ല രീതിയിൽ നമുക്കിത് കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇത് നിറയുന്നിടത്തോളം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് പോവും. കണ്ടോ ഇങ്ങനെ ഒരു അടപ്പുണ്ട് ഇട്ടതിനെ, ഇത് അടച്ചു വെക്കാനുള്ള അടപ്പാണ്. അങ്ങനെ നല്ലൊരു കമ്പോസ്റ്റായിട്ട് കിട്ടും. ഇത് നിറയുമ്പോൾ ഞാൻ വീണ്ടും ഇതെടുത്തിട്ട് രണ്ടാമത്തെ വീണ്ടും ഇതിലോട്ട് വെക്കും. വീട്ടമ്മമാർക്ക് നല്ലൊരു സംഭവമല്ലേ ഇത്. നമുക്ക് ഒന്നും ഒരു വേസ്റ്റും നമുക്ക് അടുക്കളയിൽ കളയാണ്ട. ഒരു പച്ചക്കറിയുടെ വേസ്റ്റ് നമുക്ക് ഡെയിലി നമുക്കറിയാം, നമ്മൾ വീട്ടമ്മമാരാണെങ്കിൽ നമുക്കറിയാം ഇഷ്ടം പോലെ പച്ചക്കറിയുടെ വേസ്റ്റുകളൊക്കെ നമുക്ക് ബാക്കിയായിട്ട് വരുന്നുണ്ടായിരിക്കും. മുട്ടത്തോടും അതുപോലെ തന്നെ ഉള്ളിത്തോലിയും ഒക്കെ നമുക്ക് ബാക്കിയായിട്ട് വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്നും കളയാതെ നമുക്ക് ഇതുപോലെ നല്ലൊരു കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ട് നമ്മുടെ കുറച്ച് ചെടികളാണ്, ഒരു 5 മുളക് ചെടിയാണെങ്കിലും നമുക്ക് അതിന് ഇട്ട് കൊടുക്കാം. 5 പൈസ ഇല്ലാത്ത, നമുക്ക് 5 പൈസ ചിലവില്ലാത്ത 5 പൈസ ചിലവില്ലാത്ത നമുക്കൊരു അടിപൊളി വളമാണ് നമ്മളെ കണ്ടോ ഈ തയ്യാറാവുന്നത്. ഞാൻ ഈ വീഡിയോ തന്നെ ഇടാനായിട്ടുള്ള കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? കഴിഞ്ഞിടെ നമ്മുടെ ഒരു ടീച്ചർ നമ്മൾ ഈ ഒരു മുട്ടത്തോട് കുട്ടികൾ സ്കൂളിൽ മുട്ടയൊക്കെ കിട്ടുമ്പോൾ മുട്ടത്തോടൊക്കെ അവിടെ എവിടെയും കൊണ്ടുപോയി കളയുക, അതുപോലെ തന്നെ പച്ചക്കറി വേസ്റ്റ് അതൊക്കെ എന്ത് ചെയ്യുക, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നല്ലൊരു സൊല്യൂഷനാണ് നമുക്ക് ഇങ്ങനെ ഒരു ബക്കറ്റ് നമുക്ക് സ്കൂളിനൊക്കെ ഇങ്ങനെ ഒരു ബക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുക്കളയിൽ വരുന്ന പച്ചക്കറിയുടെ വേസ്റ്റുകൾ നമ്മുടെ അടുക്കളയിൽ കുട്ടികൾക്കായിട്ട് ഉച്ചഭക്ഷണമൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരുപാട് പച്ചക്കറികൾ ബാക്കി വരും. അപ്പോൾ അതിൻ്റെ പച്ചക്കറിയുടെ വേസ്റ്റുകൾ കുട്ടികൾ മുട്ടത്തോട് ഇടുന്നുണ്ടെങ്കിൽ അതൊന്ന് കളക്ട് ചെയ്ത് വെക്കുക. അതെല്ലാം കളക്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ലൊരു അടിപൊളി കമ്പോസ്റ്റ് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ നല്ലൊരു പച്ചക്കറി തോട്ടം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം.